കേരളീയ പൊതുസമൂഹം മതേതര കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന കേരളത്തിലെ എല്ലാ മലയാളികൾക്കും നല്ല നമസ്കാരം. രാഷ്ട്രീയ ഭൂമിക തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ തരത്തിൽ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വീഡിയോകളിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത് ബൈ പ്രൊഫഷണൽ ടീച്ചറായതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹം വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടുകൂടാ. നമ്മുടെ സമൂഹം ജാതിമത ചിന്തകൾക്കും അപ്പുറത്ത് അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ അകലം സൃഷ്ടിക്കുന്ന എന്തെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് പരിഗണിക്കാതെ മുഴുവൻ മനുഷ്യ സമൂഹവും ഒരുമിച്ച് നിൽക്കണം. മനുഷ്യരെ പൊതുവിൽ ബാധിക്കുന്ന വിഷയങ്ങളാണ് വിലക്കയറ്റം, അഴിമതിക്കെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകത, തൊഴിലില്ലായ്മ പ്രശ്നം. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ മനുഷ്യർക്ക് സംഘടിക്കാൻ കഴിയും. പക്ഷേ മനുഷ്യരെ ഭിന്നിക്കാൻ കഴിയുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഒരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് മറ്റൊരു വിഭാഗത്തിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് എതിരാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നതെല്ലാം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ചിന്താഗതിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ SNDP യൂണിയൻ്റെ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ചില പ്രസ്താവനകളെ പരിശോധിക്കുകയാണ്. ഒന്ന് അദ്ദേഹം പറയുന്നത് നായർ ഈഴവ ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നുള്ളതാണ്. നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായി മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന UDF മുന്നണി പ്രതിപക്ഷത്താണ്. ഇതിനേക്കാൾ കൂടുതൽ UDF മുന്നണിക്ക് ശക്തി ഉണ്ടായിരുന്ന ഒരു ഘട്ടമായിരുന്നു അവർ അധികാരത്തിലിരുന്ന 2011-16 കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മന്ത്രിസഭ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക് ഓർമ്മയുണ്ടാകും അരുവിക്കര നെയ്യാറ്റിക്കര ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നിരുന്ന ഘട്ടത്തിലൊക്കെ നായർ ഈഴവ ഐക്യം ഇവിടെ എല്ലാ അർത്ഥത്തിലും സാധ്യമായിരുന്നു. ഈ സൂചിപ്പിച്ച 2 ഉപതെരഞ്ഞെടുപ്പുകളിലും BJP സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ മുന്നേറ്റവും ഉണ്ടാക്കിയിരുന്നു. ആ കാലഘട്ടത്തിൽ നായർ ഈഴവ ഐക്യം സാധ്യമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മുസ്ലിം ലീഗിനെ നായർ ഈഴവ സഖ്യം രൂപപ്പെടുന്നത് അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു യോജിപ്പുണ്ടാകുന്നതിനെ തടയാൻ കഴിയുക? ഇതിനേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗിന് ആ കാര്യത്തിൽ ഇടപെട്ട് അതിനെ തടയാൻ കഴിയുമായിരുന്നെങ്കിൽ അന്ന് പോലും അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റു ചില പ്രധാന പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ്റെ പരാതിയെങ്കിൽ. ഒരു ഉദാഹരണത്തിന് മലപ്പുറത്ത് അവർക്ക് കോളേജുകൾ തുടങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരാതിയെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ അധികാരത്തിലിരിക്കുന്നത് LDF ആണ്. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ഈ പരാതിക്ക് മറുപടി പറയേണ്ടത്, അദ്ദേഹം പറയുന്നത് അതിന് ഉത്തരവാദി മുസ്ലിം ലീഗാണ്. 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുസ്ലിം ലീഗാണ് അതിന് ഉത്തരവാദി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം 2016 മുതലുള്ള 10 വർഷക്കാലത്ത് അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടിയിരുന്ന ഇടതുപക്ഷ സർക്കാരാണല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് SNDP യോഗത്തിന് സർക്കാരുകൾ തുടങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ള വിമർശനം ഉയരുമ്പോൾ ആ വിമർശനം ശരിയല്ല. അവിടെ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നുണ്ട്. മലപ്പുറം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിലുള്ള കേരള സംസ്ഥാനത്തെ 14 ജില്ലകളിലെ ഒരു ജില്ല മാത്രമാണ്. അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അവസര സമത്വം നിഷേധിക്കുന്നില്ല എന്ന് പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവിനാണ്. അത് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ തലവൻ. അപ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഈ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയുടെ പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഒക്കെ മറുപടി പറയേണ്ട വിഷയമാണിത്. പക്ഷേ അതിനവർ മറുപടി പറയാതിരിക്കുകയും ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സാമുദായിക ധ്രുവീകരണത്തിലൂടെ
തങ്ങൾക്ക് നേട്ടമുണ്ടാകും എന്നുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPM-ന് ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ തെരഞ്ഞെടുപ്പിൽ കഴിയുന്ന ജില്ലകൾ, അല്ലെങ്കിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ CPM-ന് താരതമ്യേന മുൻതൂക്കമുള്ള ജില്ലകൾ, ഇപ്പോൾ തൃശ്ശൂർ, പാലക്കാട് പോലെയുള്ള ജില്ലകൾ, അല്ലെങ്കിൽ ആലപ്പുഴ പോലെയുള്ള ജില്ലകൾ. ഇത്തരം ജില്ലകളുടെ പ്രത്യേകത എന്താണ്? ജനസംഖ്യയിൽ ഹിന്ദു ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് വിജയത്തെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഇടങ്ങളിലാണ് CPM-ന്റെ ശക്തി. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഈ ഭൂരിപക്ഷ സമുദായത്തിനെ പ്രീണിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത് തുടങ്ങിയ രീതിയിലുള്ള ഈ നിലപാടുകൾ തങ്ങളെയാണ് സഹായിക്കുക. തങ്ങളുടെ വോട്ട് ബാങ്ക് എവിടെയാണുള്ളത് അവിടെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും ഇടപെടുന്നത്. അതായത് ഒരു സമുദായം എന്ന നിലയ്ക്ക്, ജാതി എന്നുള്ള നിലയ്ക്ക് CPM-നെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ വിവിധ ജനവിഭാഗങ്ങളെ പരിശോധിച്ചാൽ വലിയൊരു വിഭാഗം ജനസംഖ്യയിൽ പ്രാതിനിധ്യമുള്ള വിഭാഗമാണ് ഈഴവർ. അതുപോലെ തന്നെ CPM-ന് ഈ ഹിന്ദു വോട്ടുകൾ, അതായത് ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ CPM-ന് കൂടുതൽ മുൻതൂക്കം ഉണ്ടാകും. ഇത് കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പോൾ എറണാകുളം ജില്ലയിലോ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലോ അല്ലെങ്കിൽ മലപ്പുറത്തോ കിട്ടുന്നതിനേക്കാൾ വലിയൊരു മുൻതൂക്കം CPM-ന് പാലക്കാട് പോലെയുള്ള, തൃശ്ശൂർ പോലെയുള്ള, ആലപ്പുഴ പോലെയുള്ള ജില്ലകൾ ലഭിക്കുന്നു. അപ്പോൾ എന്താണ് പാലക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും ആലപ്പുഴ ജില്ലയുടെയും മറ്റ് ജില്ലകളെ അപേക്ഷിച്ചുള്ള പ്രത്യേകത? ഇവിടെ ക്രിസ്ത്യൻ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ജനസംഖ്യയിൽ ആനുപാതികമായി കുറവും ഹൈന്ദവ സമൂഹത്തിൻ്റെ പങ്ക് കൂടുതലുമാണ്. ഇത്തരം ഇടങ്ങളിൽ ഈ നിലപാടുകൾ സ്വീകരിക്കുന്നതിലൂടെ തങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള CPM-ന്റെ ഒരു വ്യാമോഹമാണ്, അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു തെറ്റായ രീതിയിലുള്ള ഭാവിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണിത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് താഴെത്തട്ടിൽ വലിയ അണികളുണ്ട്. അതിന് ബൂത്ത് തലം മുതൽ തന്നെ ശക്തമായ പാർട്ടി സംഘടനാ സംവിധാനമുണ്ട്. ഇത്രമാത്രം സംഘടനാ സംവിധാനവും എല്ലാം ഉണ്ടാകുമ്പോൾ ജനങ്ങളുമായി എത്രമാത്രം അടുത്തിരിക്കാനും ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും CPM-നെ പോലെ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഇല്ല. എന്നിട്ടും എന്തിനാണ് CPM ഇത്തരത്തിലുള്ള സാമുദായിക സംഘടനകളെ ഭയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ നമുക്ക് പിന്നീട് നടത്താവുന്നതാണ്. അതിലൊന്ന്, AP വിഭാഗം സുന്നികളുടെ ഒരു സമാപന സമ്മേളനം ഈയിടെ നടക്കുകയുണ്ടായി. അതിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ക്ഷണിതാക്കളായിരുന്നു. അവിടെ വെച്ച് വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ടതുണ്ട് എന്നും, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയതിനെ ഒക്കെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് VD സതീശൻ നടത്തിയ ഇടപെടൽ എനിക്ക് തോന്നുന്നു കേരളത്തിലുടനീളമുള്ള മതേതര സമൂഹത്തിൻ്റെ പിന്തുണ ഇടതുപക്ഷത്തിന് എതിരായി മാറാൻ, ആ പിന്തുണ, മതേതര സമൂഹത്തിൻ്റെ പിന്തുണ UDF-ന് അനുകൂലമാക്കി മാറ്റാൻ ഇന്നലെ, അതായത് 2026 ജനുവരി 17 VD സതീശൻ AP സുന്നികളുടെ സമ്മേളന വേദിയിൽ വെച്ച് നടത്തിയിട്ടുള്ള പരാമർശം കേരളത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാ സെക്യുലർ മൈൻഡായ ആളുകളുടെയും പിന്തുണ UDF-ന് ഉറപ്പ് നൽകുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഈ തെക്കൻ ജില്ലകളുടെ ഒരു രാഷ്ട്രീയം, ഇപ്പോൾ പലരും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പല സർവേകളും നടത്തിയിട്ടുണ്ട്. 2 ലക്ഷം ആളുകളുമായി അഭിപ്രായം തേടിക്കൊണ്ട് നടത്തിയ ഒരു സർവേയുടെ ഫലം ഇങ്ങനെ പല മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട്. അതുപ്രകാരം UDF-ന് 91 സീറ്റ് ലഭിക്കും എന്നൊക്കെ ഉള്ള ഒരു പ്രചരണം നടക്കുന്ന ഈ ഘട്ടത്തിൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിനെ വിധി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പരിശോധിക്കാൻ ശ്രമിക്കുക. അതായത് ഈ മലബാറിലെ, പ്രത്യേകിച്ചും കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്ന് UDF-ന് അനുകൂലമായ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലും
UDFന് അനുകൂലമായ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ഈ സൂചിപ്പിച്ചതിൽ മധ്യ തിരുവിതാംകൂറിൻ്റെയും മലബാറിലെയും നമ്മൾ സൂചിപ്പിക്കാതിരുന്ന പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട് ജില്ലകളാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല. ഈ 4 ജില്ലകളിൽ LDFന് അനുകൂലമായ ഒരു തരംഗം തന്നെയായിരിക്കും. അതായത് അവിടെയുള്ള ടോട്ടൽ അസംബ്ലി സെഗ്മെന്റ്സിന്റെ പകുതിയിലധികവും LDF തന്നെയായിരിക്കും നേടുക. ഉദാഹരണത്തിന് കണ്ണൂരിലെ 11 സീറ്റുകളിൽ 6-ലധികം സീറ്റുകൾ LDF നേടാനുള്ള സാധ്യതയാണ് അപ്പോൾ ഉണ്ടാവുക. അല്ലെങ്കിൽ പാലക്കാട് 12 സീറ്റുകളിൽ 6-ലധികം സീറ്റുകൾ നേടാൻ LDFന് അനുകൂലമായ സാഹചര്യമുണ്ട് എന്നതാണ്. അപ്പൊ ഈ ഒരു UDFന് അനുകൂലമായ ഈ ജില്ലകളിലെ ഒരു കാര്യം നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള കേരളത്തിലെ 4 ജില്ലകൾ അത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രസക്തമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന്, ആലപ്പുഴ ജില്ലയിൽ 9 മണ്ഡലങ്ങളുണ്ട്. താരതമ്യേന UDF വളരെ ദുർബലമായ ഒരു പ്രദേശമാണ്. അരൂരിലും അതുപോലെ തന്നെ ഹരിപ്പാടും ഒഴികെ UDFന് വലിയ മുൻതൂക്കം നിലവിൽ പ്രവചിക്കപ്പെടുന്നില്ല. അതേസമയം തന്നെ കായംകുളം പോലെയുള്ള ചില പ്രദേശങ്ങളിൽ UDFന് മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിച്ചേക്കും. അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ ചില പ്രധാന രാഷ്ട്രീയ നേതാക്കൾക്ക് മുന്നണി മാറി വരികയാണെങ്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിനെ സ്വാധീനിച്ചേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ജില്ല കൊല്ലം ജില്ലയാണ്. ഈ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെ 11 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ കേൾക്കുന്നത് RSP വളരെ സജീവമായിരിക്കുന്നു. ഷിബു ബേബി ജോണിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയോടുണ്ട്. ഐഷ പോറ്റി UDFിലേക്ക് വന്നിട്ടുണ്ട്. KB ഗണേഷ് കുമാർ പോലും അത്ര സുരക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പിനെ, അതായത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിന് നേരിടാനുള്ളത് അത്ര ഈസിയായ ഒരു ഈസി വാക്ക് ഓവറെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് വിജയിച്ചു കയറാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല മന്ത്രിയായ KB ഗണേഷ് കുമാർ പോലും ഫേസ് ചെയ്യാനിരിക്കുന്നത്. ഇതൊക്കെയാണ് കൊല്ലം ജില്ലയുടെ ഒരു പൊതുവെയുള്ള പ്രത്യേകത. അതായത് ഇത്തവണ കൊല്ലം ജില്ല കുറെ കൂടി UDFന് അനുകൂലമായിരിക്കുമെന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ല നമ്മൾ ഈ സൂചിപ്പിക്കുന്ന 4 ജില്ലകളുടെ തെക്കൻ ജില്ലകൾ എന്ന് പറയുന്ന 4 ജില്ലകളുടെ ഭാഗമാണ് എങ്കിലും ശബരിമലയെക്കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളും അതിന് നിലവിലുള്ള സർക്കാരിലെ പ്രധാനപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലൊക്കെയുള്ള പ്രബലരുൾപ്പെടെ CPMന്റെ പ്രബല നേതാക്കൾ, പത്തനംതിട്ട ജില്ലയിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു, അവർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നു എന്നുള്ളതെല്ലാം തന്നെ പത്തനംതിട്ട ജില്ലയും UDFന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് സൃഷ്ടിക്കുക എന്നാണ് തോന്നുന്നത്. തിരുവനന്തപുരം ജില്ല വളരെ പ്രസക്തമാണ്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും ഒരു ത്രികോണ മത്സരം ഉണ്ടാകും. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, നേമം പോലെയുള്ള മണ്ഡലങ്ങളിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകും. എന്നാൽ അതേസമയം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിൽ അതായത് അല്ലെങ്കിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് ഒരല്പം മുൻതൂക്കം ഉണ്ടാകും. കോവളത്തിനും അപ്പുറത്തേക്ക് UDFന് എത്ര സീറ്റ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നേടാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതേസമയം തന്നെ BJP 1-2 സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നേടാൻ സാധിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ഈ UDFന് വലിയ രീതിയിൽ മുൻതൂക്കം ലഭിക്കാനിടയുള്ള ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധയൂന്നുകയും അതോടൊപ്പം തന്നെ LDFന് മുൻതൂക്കമുള്ള പൊതുവെ ഈ തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലെങ്കിലും LDFന് മുൻതൂക്കം ഉണ്ടാവും. അപ്പോൾ അത്തരം മേഖലകളിൽ കഴിയാവുന്നത്ര സീറ്റുകൾ നേടിയെടുക്കുന്നതിനുമാണ് UDF ശ്രമിക്കേണ്ടത്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അതിലൊന്ന് ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലം, അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ പാലക്കാട് ജില്ലയുടെ ഭാഗമായി നിൽക്കുന്ന മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ, ചാലക്കുടി പോലെയുള്ള ലോക്സഭാ മണ്ഡലം, എറണാകുളം ജില്ലയിലെ ലോക്സഭാ മണ്ഡലം, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ നിലവിലുള്ള ആ പ്രദേശത്ത് പ്രതിനിധാനം ചെയ്യുന്ന MP-മാരായ നമ്മുടെ ഷാഫി പറമ്പിലും MK രാഘവൻ പോലെയുള്ള ഈ സൂചിപ്പിക്കുന്നത് UDFന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വരുന്ന ലോക്സഭാ അംഗങ്ങൾ. ഇപ്പം ഒരു കാര്യം നോക്കൂ, MK രാഘവൻ തുടർച്ചയായി കോഴിക്കോട് നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ K സുധാകരന് കണ്ണൂർ ജില്ലയിലെ ചില ഭാഗങ്ങളിലെങ്കിലും നല്ല സ്വാധീനമുണ്ട്. അപ്പോൾ
കോൺഗ്രസിന് ഇത്തരത്തിലുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ ദീർഘകാലം വടകര MP ആയിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മുൻ MP മാർ, മുൻ KPCC മലബാറിൽ നിന്നുള്ള മുൻ KPCC അധ്യക്ഷന്മാർ, മുൻ MP മാർ, അല്ലെങ്കിൽ നിലവിലുള്ള ജനപ്രീതിയുള്ള ലോക്സഭാ MP മാർ, ഇവരുടെ എല്ലാം പിന്തുണയോടുകൂടി മലബാർ മേഖലയിൽ UDFന് കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അതുപോലെ തന്നെ RSP അതുപോലെ അനൂപ് ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ്, CMP, വടകരയിൽ നിന്നുള്ള RMP പോലെയുള്ള എല്ലാ, അതുപോലെ തന്നെ CK ജാനു വരുമ്പോൾ CK ജാനുവിൻ്റെ നേതൃത്വത്തിലുള്ള ആ വിഭാഗത്തിൻ്റെ പിന്തുണ, ഇതിൻ്റെ എല്ലാം കൂടി അതുപോലെ PV അൻവറിൻ്റെ പിന്തുണ, ഇതിനെല്ലാം കൂടി യോജിപ്പിച്ച് ഒരു മുന്നേറ്റം നടത്താൻ UDFന് സാധിക്കുമെന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.